നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 29 കന്നിമാസം 13-ാം തീയതിയാണ്, ഞായറാഴ്ച. ഇന്നലെ അന്തരിച്ച CPIM പ്രവർത്തകനും കൂത്തുപറമ്പ് സഹകനുമായ പുഷ്പന്റെ സംസ്കാരം ഇന്ന് വിലാപയാത്രയായി മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 5 മണിയോടെയാണ് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കുക. നിലമ്പൂരിൽ PV അൻവർ MLAയുടെ പൊതുസമ്മേളനം ഇന്നുണ്ടാകും. CPIM പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ സമ്മേളനത്തിന് വൻ പോലീസ് സുരക്ഷ ഒരുക്കാനാണ് തീരുമാനം. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പ്രഭാത വാർത്ത കടക്കുകയാണ്. PV അൻവർ MLAയുടെ വിശദീകരണ പൊതുസമ്മേളനം ഇന്നാണ്. വൈകിട്ട് 6:30 നിലമ്പൂർ ചന്തക്കുന്നിലാണ് പൊതുസമ്മേളനം. മുഖ്യമന്ത്രിക്കും CPIM നേതൃത്വത്തിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ കടുപ്പിക്കും. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരായുള്ള തെളിവുകൾ പൊതുസമ്മേളനത്തിൽ പുറത്തുവിടുമെന്ന് അൻവർ അറിയിച്ചിട്ടുണ്ട്. പൊതുയോഗത്തിലേക്ക് CPIM പ്രവർത്തകർ എത്തുമോ എന്നതും അറിയേണ്ടതാണ്. പൊതുസമ്മേളനത്തിന് പോലീസ് വൻ സുരക്ഷയാണ് ഒരുക്കുക. കൂത്തുപറമ്പ് വെടിവയ്പിൽ പരുക്കേറ്റ് കിടപ്പിലായിരുന്ന പുഷ്പന്റെ സംസ്കാരം ഇന്നുണ്ടാകും. കണ്ണൂർ ചൊക്ലി മേനപ്പുറത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. കോഴിക്കോട് DYFI യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം 8 മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ചൊക്ലിയിലുമാണ് പൊതുദർശനം. വൈകിട്ട് 5 മണിയോടെയാണ് സംസ്കാരം. കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രമല്ല, സഖാവ് പുഷ്പൻ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് ഇപ്പോഴും. അപ്പോൾ ഇന്ന് അതിഥി രീതിയിൽ ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകാൻ തന്നെയല്ലേ തീരുമാനം? എപ്പോഴാണ് വിലാപയാത്ര തുടങ്ങുക? സ്മിത, തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് സമരഭൂമികയിൽ എക്കാലത്തും സമരാവേശമായിരുന്നു സഖാവ് പുഷ്പൻ. കൂത്തുപറമ്പ് വെടിവയ്പ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഇപ്പോൾ കോഴിക്കോട് DYFI യൂത്ത് സെന്ററിലാണ് മൃതദേഹം ഉള്ളത്. ഇവിടെ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ വൈകിട്ടും ഇവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നത്. അതുപോലെ ഇപ്പോഴും നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണി വരെയായിരിക്കും ഇവിടെ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമാണ് പിന്നീട് വിലാപയാത്ര ആരംഭിക്കുക. ഇപ്പോൾ നമുക്ക് കാണാം, മുൻ MLA KK ലതിക ഉൾപ്പെടെ, അതുപോലെ തന്നെ DYFIയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്ക് വളരെ അടുപ്പമുള്ള, വളരെയേറെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സഖാവ് പുഷ്പൻ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി എത്താത്തത്. എന്നിരുന്നാലും മുഖ്യമന്ത്രിയുടെ അനുശോചനക്കുറിപ്പ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ, വിവിധ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് 8 മണിയോട് കൂടിയായിരിക്കും വിലാപയാത്രയായിക്കൊണ്ട് കണ്ണൂരിലേക്ക് കൊണ്ടുപോകുക. വിവിധ ഇടങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലുമായിക്കൊണ്ട് വിവിധ ഇടങ്ങളിലാണ് അതിനുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. എലത്തൂർ, പൂക്കാട്, കൊയിലാണ്ടി, നന്ദി, പയ്യോളി, വടകര, നാദാപുരം റോഡ്, അതുപോലെ മാഹി, പുന്നോർ എന്നിവിടങ്ങളിലാണ് പൊതുദർശനം ഉണ്ടാവുക. അവിടങ്ങളിലെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. തുടർന്ന് 10:30 കൂടിയാണ് തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തിക്കുക. അവിടെയാണ് നീണ്ടു നിൽക്കുന്ന പൊതുദർശനം. അതിനുശേഷം 12 മണി മുതൽ സംസ്കാര ചടങ്ങ് നടക്കുന്നവരെയും ചൊക്കളി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് പിന്നീട് മേനപ്പുറത്തെ പുതുക്കാട് വീടിനോട് ചേർന്നുള്ള ഇടത്ത്, പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഇടത്ത് ഈ രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് പുഷ്പന് അവിടെയായിരിക്കും അന്ത്യനിദ്ര. അവിടേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നു വരികയാണ്. നിരവധി പേർ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും 8 മണി വരെയായിരിക്കും ഇവിടെ പൊതുദർശനം ഉണ്ടാകുക. തുടർന്ന് വിലാപയാത്രയായിക്കൊണ്ടാണ് ജന്മനാട്ടിലേക്ക് പുഷ്പനെ യാത്രയാക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ കോഴിക്കോട് CPIMന്റെയും അതുപോലെ തന്നെ DYFIയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. സ്മിത. ശരി, സമീർ C മുഹമ്മദാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ DGPയുടെ അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസം ADGPയുടെ മൊഴി DGP രേഖപ്പെടുത്തിയിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗം നോട്ടീസ് നൽകിയെങ്കിലും RSS നേതാവ് R ജയകുമാർ ഹാജരായിട്ടില്ല. അതേസമയം അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ഇന്നലെ ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചിരുന്നു.
മുന്നണിക്കുള്ളിൽ അമർഷം ശക്തമാകുമ്പോഴും ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ സർക്കാർ മടിക്കുന്നു. പൂരം കലക്കൽ വിവാദത്തിൽ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്ത തുടരന്വേഷണത്തിലും തീരുമാനമായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. തിരുവനന്തപുരത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം 3 10 പേർ രോഗമുക്തി നേടിയിരുന്നു. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇത് ആർക്കെല്ലാമാണ് ഇത് സ്ഥിരീകരിച്ചത്, രോഗം സ്ഥിരീകരിച്ചത്? ഒരു പക്ഷേ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്താണ് അവരുടെ ഒരു ആരോഗ്യനില? കൂടുതൽ വിവരങ്ങൾ എന്താണ്? സ്മിത, ഈ തിരുവനന്തപുരം തിരുമല അതുപോലെ തന്നെ മുള്ളുവിള തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള 2 യുവതികൾക്കാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നാവായിക്കുളം സ്വദേശിയായ ഒരു വിദ്യാർത്ഥിക്കും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. നിലവിൽ 3 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ, അതുപോലെ തന്നെ സംസ്ഥാനത്താകെ 3 പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം ചികിത്സയിൽ പ്രവേശിച്ച വിദ്യാർത്ഥിക്ക് ആരോഗ്യനില തൃപ്തികരമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു. നിലവിൽ 2 പേരാണ് ചികിത്സയിലുള്ളത്, 2 യുവതികളാണ് ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യനിലയിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. 2 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ തിരുവനന്തപുരത്ത് 10 പേർ, ഈ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 പേർ ആശുപത്രി വിട്ടത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്താകെ 19 പേർക്കാണ് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ കടുത്തൊരാശങ്ക വേണ്ട എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും അടക്കമുള്ളവർ അറിയിക്കുന്നത്. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. അന്തരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ തെരഞ്ഞെടുക്കുന്നതിൽ തീരുമാനമെടുക്കുന്ന CPIM കേന്ദ്രയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. പകരം ജനറൽ സെക്രട്ടറി ഇപ്പോൾ വേണ്ടെന്നാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചേർന്ന PB യോഗത്തിൽ ധാരണയായത്. പാർട്ടി സെന്ററിലെ PB അംഗങ്ങൾ കൂട്ടായി ചുമതല നിർവഹിക്കാനും ഏകോപനത്തിനായി ഒരു മുതിർന്ന PB അംഗത്തെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്താനുമാണ് ധാരണ. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ തെരഞ്ഞെടുക്കേണ്ടെന്നും പാർട്ടി കോൺഗ്രസിൽ തെരഞ്ഞെടുക്കാമെന്നുമാണ് പോളിറ്റ് ബ്യൂറോയിലെ തീരുമാനം. നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നിലെത്തും. കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകളിലാകും അന്തിമ തീരുമാനമുണ്ടാവുക. PV അൻവർ വിഷയം യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലെന്നും ആരെങ്കിലും ഉന്നയിച്ചാൽ മാത്രമേ ചർച്ചയ്ക്ക് വരൂ എന്നും നേതാക്കൾ വ്യക്തമാക്കി. നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് ഇന്ന് ഡൽഹിയിലെത്തും. കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകരുമായി മെറിൻ ജോസഫ് കൂടിക്കാഴ്ച നടത്തും. സിദ്ദിഖിന്റെ ജാമ്യ ഹർജിക്കെതിരെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു. നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക. 62ാമത്തെ കേസായാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സിദ്ദിഖിനായി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ഹാജരാകും. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. തൃശൂർ ATM കവർച്ച കേസിൽ അറസ്റ്റിലായ പ്രതികൾ മുൻപ് 15 സമാന കേസുകളിൽ പ്രതികളായിട്ടുണ്ടെന്ന് തമിഴ്നാട് പോലീസ്. പ്രാഥമിക അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. കേസിലെ മുഖ്യ സൂത്രധാരനായ മുഹമ്മദ് ഇക്രാമും സാബിർ ഖാനും ചേർന്നാണ് കവർച്ച നടത്താറുള്ളതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ആന്ധ്രയിൽ നിന്നുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കടപ്പയിൽ കഴിഞ്ഞയാഴ്ച നടന്ന ATM കവർച്ച കേസിൽ പ്രതികൾ ഇവർ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആന്ധ്ര പോലീസിന്റെ നീക്കം. പ്രതികൾ മുൻപ് കവർച്ച നടത്തിയിട്ടുള്ള കൃഷ്ണഗിരിയിൽ നിന്നുള്ള പോലീസ് സംഘവും നാമക്കല്ലിലെത്തി. കൂടുതൽ അന്വേഷണത്തിനായി ഹരിയാനയിലേക്ക് പോയ തമിഴ്നാട് പോലീസ് സംഘം മടങ്ങിയെത്തിയതിനു ശേഷം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 3:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ്. ഉദയനിധിക്ക് പുറമെ പുതുതായി എത്തിയ 4 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ജാമ്യം ലഭിച്ച സെന്തിൽ ബാലാജിയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. ഡോക്ടർ ഗോവി ചെഴിയൻ, R രാജേന്ദ്രൻ, SM നാസർ എന്നിവരാണ് മറ്റു മന്ത്രിമാർ. ക്ഷീരവികസന വകുപ്പ് മന്ത്രി മനോ തങ്കരാജ് ഉൾപ്പെടെ 3 പേരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ട്.
ജമ്മുകശ്മീരിലെ അവസാനഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ആദ്യ 2 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ 61.17%, 56.79% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഒക്ടോബർ 1 നടക്കുന്ന 3ാം ഘട്ടം സജാദ് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസിന്റെയും എഞ്ചിനീയർ റാഷിദിന്റെ അവാമി ഇത്തേഹാദ് പാർട്ടിയുടെയും ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. 40 അസംബ്ലി സീറ്റുകളിലേക്കാണ് 3ാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള തുടർച്ചയായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ജമ്മു കശ്മീരിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താൻ കഴിയാത്തവർക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നിലവിൽ തെരച്ചിൽ നിർത്തിയ നിലയിലാണ്. ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് ടി സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. കാണാതായവരുടെ കണക്കുകൾ അടക്കം ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും സിദ്ദിഖ് 24നോട് പറഞ്ഞു. ദുരന്തത്തിന് ഇരകളായവരിൽ ഇനിയും കണ്ടെത്താൻ ഏറെ പേരുണ്ട്. തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഒരു ദിവസവും തെരച്ചിലിൻ്റെ അറ്റംപ്റ്റ് പോലും നടക്കുന്നില്ല. കഴിഞ്ഞ 14-ാം തീയതി അവസാനിപ്പിച്ചതാണ് തെരച്ചിൽ പ്രവർത്തനം. സ്വന്തം മകൻ്റെ, മകളുടെ, അച്ഛൻ്റെ, അമ്മയുടെ, വേണ്ടപ്പെട്ടവരുടെ ബോഡിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവിടെ. തെരച്ചിൽ വേണ്ടേ? അപ്പോൾ സെർച്ചിങ് നിർത്തിയോ അല്ലെങ്കിൽ തുടരുമോ? ഇത് പറയണോ സർക്കാർ? വളരെ ദുർബലമായാണ് തെരച്ചിൽ കൊണ്ടുപോകുന്നത്. മൃതദേഹങ്ങൾ കണ്ടെത്താത്ത സാഹചര്യത്തിൽ കാണാതായവർ മരിച്ചതായി സ്ഥിരീകരിച്ചുള്ള രേഖകൾ സർക്കാർ നൽകണമെന്നും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ സർക്കാർ തന്നെ സന്നദ്ധമായി കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ കോമ്പൻസേഷനും മറ്റുമായി ആനുകൂല്യങ്ങൾ പെട്ടെന്ന് വാങ്ങിയെടുക്കാനുള്ള സംവിധാനങ്ങളാവുമല്ലോ. അതൊരു വലിയൊരു ആശ്വാസമാവും. ഈ മിസ്സിംഗ് ആയ ആളുകളുടെ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുടുംബത്തിന് ആശ്വാസ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് അടിയന്തരമായി സർക്കാർ ഇടപെടണം. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ പരമാവധി തെരച്ചിൽ പൂർത്തിയാക്കിയതാണ്. സൂചിപ്പാറയ്ക്ക് താഴെ മുതൽ നിലമ്പൂർ, മുണ്ടേരി വരെയാണ് തെരച്ചിൽ കൂടുതൽ സജീവമാക്കേണ്ടതെന്നും അഭിപ്രായമുണ്ട്. 24 വയനാട്. മധ്യപ്രദേശിലെ മെഹാറിൽ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് 6 പേർക്ക് ദാരുണാന്ത്യം. 20ഓളം പേർക്ക് പരിക്കേറ്റു. പ്രയാഗ്രാജിൽ നിന്ന് നാഗ്പൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എന്താണ് അപകടം? എങ്ങനെയാണ് സംഭവിച്ചത്? ഈ അപകടത്തിൽപ്പെട്ടവരുടെ കൂടുതൽ വിവരങ്ങളുണ്ടോ? സ്മിത, മധ്യപ്രദേശിലെ മെഹാർ ജില്ലയിലാണ് ഈ അപകടം ഉണ്ടായത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നും മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലേക്ക് പോവുകയായിരുന്ന യാത്രാ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്കറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അമിത വേഗതയിലായിരുന്നു അപകടം നടക്കുമ്പോൾ ബസ് ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായി പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 6 പേർ തൽക്ഷണം മരിച്ചു. തുടർന്ന് 20ഓളം പേരെയാണ് സമീപത്തുള്ള ആശുപത്രികളിലേക്ക് എത്തിച്ചത്. പോലീസ് എത്തിയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 20 പേരിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പോലീസും ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും മെഹാർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്മിത. ശരി, മധ്യപ്രദേശിലെ മെഹാറിലാണ് ഈ അപകടമുണ്ടായത്. അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടി. വയനാട് കൽപ്പറ്റ പെരുന്തട്ട മേഖലയിൽ പുലിഭീതി. നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുള്ളിപ്പുലി ഇന്നലെ പകൽ സമയത്തും പ്രദേശത്തെത്തി. പെരുന്തട്ട ക്രഷറിന് സമീപത്തെ പാറപ്പുറത്താണ് വൈകിട്ട് 5 മണിയോടെ പുലിയെ കണ്ടത്. 1 മണിക്കൂറോളം പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മേയാൻ വിട്ട പശുവിനെ കൊന്നു തിന്നുകയും പശുക്കിടാവിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം രൂക്ഷമാകുന്നതിനിടെ ബിഷപ്പ് ഹൌസ് സംരക്ഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ച് അൽമായ മുന്നേറ്റം. വൈദികരും വിശ്വാസികളും അടക്കം 101 അംഗ സമിതിയാണ് രൂപീകരിച്ചത്. സമിതിയുടെ ഭാവി പരിപാടികൾ സംബന്ധിച്ചുള്ള ആലോചനാ യോഗം ഇന്നലെ എറണാകുളം ബിഷപ്പ് ഹൌസിൽ ചേർന്നു. ഇന്ന് വൈകിട്ട് 4:30 വിവിധ ഇടവകകളിലെ പ്രതിനിധികളുടെ യോഗവും റാലിയും നടക്കും. വരുന്ന 20 ദിവസങ്ങളിലായി വിവിധ ഗ്രൂപ്പുകളുടെ സമ്മേളനം നടത്താനും ആലോചനയുണ്ട്. ഒക്ടോബർ 1 വനിതാ സംഗമവും 2 യുവജന സംഗമവും നടത്തും. ഇന്നത്തെ കുർബാന ബിഷപ്പ് ഹൌസിൽ കൂടാനുള്ള തീരുമാനത്തിലാണ് വിശ്വാസികൾ.
സംസ്ഥാനത്ത് ഒരാഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെ തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കടൽക്ഷോഭത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. സംസ്ഥാന ജലപാതയുടെ കോവളം മുതൽ കൊല്ലം വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. ആക്കുളം മുതൽ തൃശൂർ ചേറ്റുവ ഭാഗം വരെയുള്ള ഭാഗം ഈ വർഷം അവസാനം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് പ്രതീക്ഷിച്ചത്. തിരുവനന്തപുരത്ത് പുനരധിവാസം ഉൾപ്പെടെയുള്ള നടപടികളും ഇഴയുന്നതോടെ പദ്ധതി ഇനിയും വൈകാനാണ് സാധ്യത. കോവളം മുതൽ ബേക്കൽ വരെ 616 കിലോമീറ്റർ നീളുന്ന ജലപാത 2026 പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്യാമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വർഷം പൂർത്തിയാകേണ്ട തിരുവനന്തപുരത്തെ ഭാഗങ്ങളിൽ പോലും ഒന്നും ആയിട്ടില്ല. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഭാഗമായ പാർവതി പുത്തനാർ വൃത്തിഹീനമാണ്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇതുവരെ ആയിട്ടില്ല. ജലപാതയുടെ ഭാഗമായ തിരുവനന്തപുരം പാർവതി പുത്തനാറിൽ നിലവിൽ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. സ്ഥലമേറ്റെടുപ്പ്, പുനരധിവാസ നടപടികളും പ്രദേശത്ത് നടക്കുന്നില്ല. 900ഓളം കുടുംബങ്ങളെയാണ് ഇവിടെ പുനരധിവസിപ്പിക്കേണ്ടത്. നഷ്ടപരിഹാര തുക നൽകുന്നതിലും കാലതാമസമുണ്ടാകുന്നു. സ്ഥലമേറ്റെടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഒരുപാട് ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് ആൾക്കാർ ഒഴിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 100-160 കോടി രൂപയുടെ ഓൾറെഡി എക്സ്പെൻസ് ആയി കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ആദ്യം കാണുന്ന ഒരു ആവേശം ഇപ്പോൾ കാണുന്നില്ല. കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നേരത്തെ പാർവതി പുത്തനാറിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഭീമമായ ചിലവ് കാരണമാണ് നടപടികൾ അവസാനിപ്പിച്ചതെന്നാണ് സൂചന. ഉൾനാടൻ ജലഗതാഗത വകുപ്പും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പാർവതി പുത്തനാറിന് തീരത്ത് താമസിക്കുന്നവർ പറയുന്നു. ഇത് എൻ്റെ ലെങ്ത്തും ഏതെങ്കിലും ഒരു ഏജൻസി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് സബ് റീച്ചുകളായിട്ട് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി സൗകര്യമായിരിക്കും. കാരണം വൃത്തിയാക്കാൻ സൗകര്യമായിരിക്കും. വ്യത്യസ്തമായ ഏജൻസികൾ ഇത് ഏറ്റെടുക്കുകയും അവർക്കിത് വൃത്തിയാക്കാനുള്ള സംവിധാനം കൂടുതൽ സൗകര്യപ്രദമാവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. ഈ വർഷം ആക്കുളം മുതൽ ചേറ്റുവ വരെ ആദ്യഘട്ട കമ്മീഷനിങ്. അടുത്ത വർഷം വടകര മാഹി സ്ട്രെച്ച്. 2026 കോഴിക്കോട് കനാൽ സിറ്റി പദ്ധതി. ഇങ്ങനെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നടപടികൾ ഇനിയും വൈകിയാൽ 2026 എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ല. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരത്തിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വീട് തകർന്നു. ഐസക് സാമുവലിന്റെ വീടാണ് തകർത്തത്. പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുകയായിരുന്നു. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ആശങ്കയിലാണോ അവിടെയുള്ളവർ? സ്മിത, കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി ചിന്നക്കനാൽ മേഖലയിൽ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ റേഷൻ കട തകർത്ത് അരി ഭക്ഷിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ വീടിന് നേരെയാണ് ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. പ്രദേശവാസിയായ ഐസക് സാമുവലിന്റെ വീടാണ് കാട്ടാന തകർത്തത്. ഈ ആന വരുന്നത് അറിഞ്ഞ് ഐസക്കും ഭാര്യയും മറ്റൊരു വീട്ടിലേക്ക് മാറിയത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഏതായാലും ഈ കാട്ടാന പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് ഇന്നലെയും ഇന്നും കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തിയത്. പടക്കം പൊട്ടിച്ചൊക്കെ തുരത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതെന്നുള്ള ആരോപണവും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ തുടർച്ചയായി ഈ മേഖലയിൽ ഈ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാനയുടെ ആക്രമണമാണ് ഉണ്ടാവുന്നത്. സ്മിത, ശരി. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. എബിൻ ജോസാണ് വിവരങ്ങളുമായി ചേർന്നത്. മഴ ആശങ്കകൾക്കിടെ ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ടെസ്റ്റിന്റെ 3ാം ദിന മത്സരം ഇന്നുണ്ടാകും. മഴ മൂലം ആദ്യ ദിനം വെറും 35 ഓവർ മാത്രം എറിഞ്ഞപ്പോൾ 2ാം ദിനം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. മത്സരം നടക്കുന്ന കാൺപൂരിൽ ഇന്നും മഴ ഭീഷണിയുണ്ട്. മഴ മാറി നിന്നാൽ 3-ന് 107 റൺസ് എന്ന നിലയിൽ നിന്നാണ് ബംഗ്ലാദേശ് ബാറ്റിംഗ് പുനരാരംഭിക്കുക. സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യൻ ടീമിൽ. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ 1ാം വിക്കറ്റ് കീപ്പറാകും. IPL-ൽ തിളങ്ങിയ പേസർ മായങ്ക് യാദവിന് ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായി വിളിയെത്തിയപ്പോൾ വരുൺ ചക്രവർത്തി തിരിച്ചെത്തി. ദിലീപ് ട്രോഫിയിലെ സെഞ്ചുറി പ്രകടനം സെലക്ടർമാർക്ക് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. ഇന്ത്യയുടെ 2020 ടീമിലെ സ്ഥാനം നിലനിർത്തി സഞ്ജു സാംസൺ. ഋഷഭ് പന്തിന് വിശ്രമം നൽകിയതോടെ ടീമിലെ 1ാം വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയാകും. ഇഷാൻ കിഷനെ വീണ്ടും തഴഞ്ഞപ്പോൾ ജിതേഷ് ശർമ്മയാണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ഹാർദിക് പണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദുബെ, റിയാൻ പരാഗ്, രവി ബിഷ്ണോയ്, ഹർഷദീപ് സിംഗ്,
വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ പരിചിത മുഖങ്ങളെല്ലാമുണ്ട്. സിംബാബ്വെ പര്യടനത്തിൽ തിളങ്ങിയ അഭിഷേക് ശർമ്മ തിരിച്ചെത്തിയപ്പോൾ അന്ന് പരിക്ക് മൂലം അരങ്ങേറ്റം നഷ്ടമായ നിതീഷ് കുമാർ റെഡ്ഡി വീണ്ടും ടീമിൽ ഇടം പിടിച്ചു. IPL-ൽ അതിവേഗ പന്തുകളിലൂടെ ഞെട്ടിച്ച മായങ്ക് യാദവിനെ ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ 22 മാസത്തിനു ശേഷമുള്ള തിരിച്ചുവരവാണ് ടീം സെലക്ഷനിലെ മറ്റൊരു പ്രത്യേകത. ഒക്ടോബർ 6, 9, 12 തീയതികളിലാണ് ബംഗ്ലാദേശിനെതിരായ 2020 മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ അവേ മത്സരം. രാത്രി 7:30 അസമിൽ നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എതിരാളികൾ. സ്വന്തം തട്ടകമായ കൊച്ചിയിൽ 1 വീതം തോൽവിയും ജയവുമോടെ സീസൺ തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഊരു ചുറ്റലിന്റെ 1 മാസം. തുടരെയുള്ള 3 എവേ മത്സരങ്ങളിൽ ആദ്യം നേരിടുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ. പഞ്ചാബ് FC-ക്കെതിരെ 1-2 ഗോളിന് തോറ്റു തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സ് അതേ സ്കോറിൽ ഈസ്റ്റ് ബംഗാളിനെ വീഴ്ത്തിയാണ് ആദ്യ ജയം നേടിയത്. പുതുതായി ടീമിലെത്തിയ ഹെസൂസ് ഹിമെനസും നോഹ സദുയുമെല്ലാം ഗോളടിച്ചത് ആത്മവിശ്വാസമേകുന്നു. ഒപ്പം ക്വാമി പെപ്ര ഫോമിലേക്ക് ഉയർന്നതും. പനി മൂലം കഴിഞ്ഞ 2 കളിയിലും ഇല്ലാതിരുന്ന നായകൻ അഡ്രിയാൻ ലൂണ ഇന്നും കളിക്കാൻ സാധ്യത കുറവ്. ഡ്യൂറൻ കപ്പ് നേട്ടത്തോടെ സീസൺ തുടങ്ങിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അക്കൗണ്ടിലുള്ളതും 1 വീതം ജയവും തോൽവിയും. മുഹമ്മദൻസിനെ 1 ഗോളിന് തോൽപ്പിച്ചു തുടങ്ങിയ നോർത്ത് ഈസ്റ്റുകാർ മോഹൻ ബഗാനോട് ആവേശപ്പോരിൽ 2-3 തോറ്റു. മോഹൻ ബഗാന്റെ വിവാദ ഗോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2-2 ജയവും സ്വന്തമായേനെ. നേർക്കുനേർ പോരിൽ മുൻതൂക്കം ബ്ലാസ്റ്റേഴ്സിനാണ്. 20 മത്സരങ്ങളിൽ 8 എണ്ണത്തിൽ ജയം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 5 എണ്ണത്തിൽ ജയിച്ചപ്പോൾ 7 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. സ്പോർട്സ് ഡെസ്ക് 24. ഇരുവൃക്കകളും തകരാറിലായതോടെ ദുരിതത്തിലായി തൊടുപുഴ ചാലശ്ശേരി സ്വദേശി ബിജു. ഡയാലിസിസിലൂടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. ജന്മനാ കാഴ്ചയില്ലാത്ത ബിജുവിന് ജീവിതം തിരികെ പിടിക്കാൻ വൃക്കകൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു വഴിയില്ല. 2 കിഡ്നിക്കും പോയിരിക്കുകയാണ്. അപ്പം സാമ്പ്രാണത്തിരി വിറ്റാണ് കഴിഞ്ഞോടെ. ഇപ്പം അതൊന്നും ചെയ്യാതെ അങ്ങനെ ആശുപത്രി പല ആളുടെ സഹായത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് തീരെ ബുദ്ധിമുട്ടിലാണ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ പറ്റുന്ന ജോലികൾ ചെയ്തായിരുന്നു ബിജു ജീവിച്ചിരുന്നത്. ഇരുവൃക്കകളും തകരാറിലായതോടെ ജീവിതം വഴിമുട്ടി. ഇപ്പോൾ ജീവൻ നിലനിർത്താൻ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്യണം. മാറ്റിവെക്കാതെ ഇപ്പം മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇത് കണ്ടിന്യൂ ചെയ്തിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പം മാറ്റിവെക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടി ജീവിതം മുമ്പോട്ട് അല്ലെങ്കിൽ ആയുസ് കിട്ടിയനി എന്നൊരു ശുഭ പ്രതീക്ഷയുണ്ട് എനിക്ക്. അമ്മ മാത്രമാണ് ബിജുവിന് ആശ്രയമായുള്ളത്. രോഗിയായ മകനെ ഉപേക്ഷിച്ച് അമ്മയ്ക്ക് ജോലിക്ക് പോകാനുമാകില്ല. തകരാറിലായ വൃക്ക മാറ്റിവെക്കാനുള്ള സാധ്യതകൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ദാതാവിനെ കണ്ടെത്തണം. ചികിത്സാ ചെലവും താങ്ങാവുന്നതിലുമപ്പുറമാണ്. സുമനസ്സുകളുടെ സഹായമാണ് ഏക ആശ്രയം. MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.